ഇന്ന് ഈ രാത്രി ഓൺലൈനിലൂടെ ബൈബിൾ സ്റ്റഡിക്കായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് UAE-യിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കാനഡയിലും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ ഇപ്പോൾ ലൈവായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നീട് യൂട്യൂബിൽ ഇത് വീഡിയോ കാണുന്നവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ഇൻ അഡ്വാൻസ് ആയിട്ട് അവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിന്റെ പഠനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ദൈവവചനം വാസ്തവത്തിൽ നമ്മുടെ ബുദ്ധിക്ക് ഒരു അറിവ് പകരേണ്ടതായ ഒരു സംഗതി മാത്രമല്ല. തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി അറിവുകൾ ദൈവവചനത്തിലൂടെ ലഭിക്കും. എന്നാൽ അതിനപ്പുറത്ത് കേൾക്കുന്ന വചനങ്ങൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക്, ഒരു പ്രായോഗിക തലത്തിലേക്ക് എത്തുവാനായിട്ട് കർത്താവ് ഇടയാക്കണം. നമുക്കതിനായിട്ട് വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഓരോ ദിവസവും കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവ് എനിക്ക് എന്താണ് ഇന്ന് ഇതിനകത്തുനിന്ന് കൊണ്ടുപോകാനായിട്ടുള്ളത്, വാട്ട് ആർ ദ ടേക്ക് അവേസ്, ഈ ദൈവവചനത്തിൽ നിന്ന് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, പ്രാപിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നുള്ള പ്രാർത്ഥനയോടെ ആ റിസപ്റ്റീവ് മൈൻഡോടുകൂടി നമ്മൾ ദൈവത്തിലായിരുന്നാൽ കർത്താവ് വാസ്തവമായി നമ്മുടെ ഹൃദയങ്ങളോടും സംസാരിക്കാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ ഒരു ഒച്ച എഴുതുന്നത് പോലെ നമ്മൾ റോമാലേഖനത്തിന്റെ ഓരോരോ വാക്കുകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചറിയുന്ന 1-ാമത്തെ അധ്യായം അവസാനിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇതുവരെയും കഴിഞ്ഞൊരു രണ്ടു മൂന്ന് ആഴ്ചകളായിട്ട് ചിന്തിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രമേയം, ഒരു പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ദൈവകോപം എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവകോപത്തെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്. ദൈവകോപത്തിന്റെ വിവിധങ്ങളായ വശങ്ങൾ, ദൈവകോപത്തിന്റെ കാരണങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഈ ലേഖനത്തിലെ 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ നമ്മളോട് വിശുദ്ധനായ പൗലോസ് ദൈവാത്മാവിൽ ഓർപ്പിക്കുന്ന ചില വസ്തുതകൾ, ദൈവത്തിന്റെ ഈ കോപം അതിന്റെ ഒരു പര്യവസാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഗതിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവകോപത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് റിസൾട്ട് എന്നുള്ളത് എന്തെന്ന് ചിന്തിച്ചാൽ അത് എന്തൊക്കെയാകുന്നു എന്നുള്ളത് പൗലോസ് നമ്മളോട് ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് തിരിക്കാം. ദൈവകോപത്തിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ദൈവകോപം എന്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട വിഷയം, റിസൾട്ട് ഓഫ് മാൻസ് റെബല്യൻ, അല്ലെങ്കിൽ ദൈവകോപത്തിന് കാരണമായി തീരുന്ന മനുഷ്യന്റെ റിബൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ദൈവത്തിന്റെ വെളിപ്പാടിനെ ത്യജിക്കുന്ന അനുഭവത്തിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്ന ചില പരിണത ഫലങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യരെ കുറിച്ച് ദൈവത്തിന്റെ പ്രോമിസ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ റെവലേഷൻ, ദൈവത്തിന്റെ വെളിപ്പാടിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. സോ human being rebelled against the revelation. The purpose of God to the human being was to hear or listen or obey the revelation of God, but human being were rebellious towards God's revelation. So today we will discuss what are the results of man's rebellion. So this discussion will be based on Romans chapter 24, 1 verse 24 to 32. ഈ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിന്റെ വെളിപ്പാടിനോട് തൃണവൽക്കരിച്ചതായ those who rebelled against the God's revelation, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിണത ഫലങ്ങളെ കുറിച്ച് താഴോട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം പ്രധാനമായ ഒരു 3 പദം എന്നെ വളരെ അല്ലെങ്കിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു പദമുണ്ട്. അതായത് 24-ാമത്തെ വാക്യത്തിൽ വായിച്ചു വരുമ്പോൾ അവിടെ അവസാനം ഒരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഏൽപ്പിച്ചു, അല്ലെങ്കിൽ അപമാനത്തിന് അവമാനമാകേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അത് 24-ൽ വായിക്കുന്നു. 26 വരുമ്പോഴും സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ ആദ്യത്തെ, അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. പിന്നീട് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 28-ാമത്തെ വാക്യത്തിലും ഒരു വാക്യം ഇങ്ങനെ കാണും, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. So something that we can see, a particular word called gave up. God gave up. God gave up. God gave over, or
Simply God gave up. So that would be the final result of man's rebellion. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ദൈവത്തോടുള്ള തൻ്റെ എതിർപ്പിന്റെയും ദൈവത്തിനെതിരെയുള്ള തൻ്റെ നിലപാടിന്റെയും ഒക്കെ ഒരു പര്യവസാനം എന്ന നിലയിൽ ദൈവം മനുഷ്യരെ വിട്ടുകളഞ്ഞു. ഗോഡ് ഈസ് ഗോയിങ് ടു ഗീവ് അപ്പ് വിത്ത് ഹ്യൂമൻ ബീങ്. മനുഷ്യൻ അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ കൈവിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യനെ കുറിച്ചോ മനുഷ്യന്റെ ഡെസ്റ്റിനിയെ കുറിച്ചോ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചോ തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ചോ മനുഷ്യന്റെ യാതൊരു അവസ്ഥയെക്കുറിച്ചും ദൈവത്തിനൊരു ഗ്യാരണ്ടിയും ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവം ടോട്ടലി ഇഗ്നോർ ചെയ്തു. സോ ദാറ്റ് പേഴ്സൺ, അങ്ങനെയുള്ള വ്യക്തികൾ, ഹി ഈസ് ലിവിങ് വിത്തൗട്ട് എ പർപ്പസ്, ഒരു ഉദ്ദേശവും ഇല്ലാതെ വെറുതെ ജീവിക്കുക. സോ ദാറ്റ് വുഡ് ബി എ വെരി ഹൊറിബിൾ സിറ്റുവേഷൻ. ദൈവം കൈവിട്ടാലുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ അവന്റെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ ലോകത്ത് പിന്നെ അർത്ഥശൂന്യമായിട്ടാണ് ജീവിക്കുന്നത്. വിതൗട്ട് എനി മീനിങ്. വി ആർ ലിവിങ് ഇൻ എ മീനിങ്ലെസ് ലൈഫ്. അതാണ് ദി അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് ഒന്ന് ഓരോ വാക്കുകൾ ഒന്ന് പഠിച്ചു വരുമ്പോൾ അതിന് ഒന്നാമത്തെ കാര്യം, റിഗാർഡിംഗ് ദ റിസൾട്ട് ഓഫ് മാൻസ് റിബല്യൻ, വി നീഡ് ടു സീ ദി സബ്സ്റ്റൻസ് ഓഫ് മാൻസ് സിൻഫുൾ റിബല്യൻ. എന്തൊക്കെയാണ് ഈ മനുഷ്യന്റെ ദൈവത്തിനെതിരെയുള്ള, ദൈവത്തെ അവഗണിക്കുന്നതിന്റെ ഉള്ളിലെ ചില വസ്തുതകൾ. The one thing that we can see, it is based in a sinful choice. മനുഷ്യന്റെ പാപപങ്കുലമായ തൻ്റെ തെരഞ്ഞെടുപ്പുകളിലായിരുന്നു that substance of man's sinful rebellion abides. അത് നോക്കുമ്പോൾ 24-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇങ്ങനെ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. സോ സാധാരണ മനുഷ്യൻ, നാച്ചുറൽ മാൻ അല്ലെങ്കിൽ സ്വാഭാവിക മനുഷ്യൻ, അവൻ എപ്പോഴും പാപം തിരഞ്ഞെടുക്കാനുള്ള ഒരു മെക്കാനിസമാണ് അവന്റെ ഉള്ളിലുള്ളത്. അതായത് എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു മെക്കാനിസം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. സോ ലൈക്ക് മാഗ്നറ്റിലേക്ക് ഒരു ഇരുമ്പ് അടുക്കുന്നത് പോലെ, മാഗ്നറ്റിന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചെല്ലുന്നത് പോലെ മനുഷ്യരിൽ എപ്പോഴും സ്വാഭാവികമായ തൻ്റെ ഉള്ളിലെ ജഡത്തിന്റെ സ്വഭാവം പാപം ചെയ്യാനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്, ഞാൻ ദിവസേന എന്ത് ചെയ്യുന്നു, മരിച്ചുകൊണ്ടിരിക്കുന്നു, പാപത്തിൽ എന്ത് ചെയ്യുന്നു, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ഓർപ്പിക്കുന്നു. സോ ദിവസം പ്രതി എന്ത് ചെയ്യുന്നു, മരിച്ചുകൊണ്ടിരിക്കണം, ദിവസം പ്രതി തന്നെ ക്രൂശിച്ചുകൊണ്ടിരിക്കണം, തൻ്റെ പാപത്തിന്റെ മോഹങ്ങളെല്ലാം എന്ത് ചെയ്യണം, ദിവസം പ്രതി അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ മനുഷ്യനെല്ലാം സ്വാഭാവിക നിലയിൽ they are prone to sin. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ദൈവം എന്ത് ചെയ്യുന്നു, അവർ തങ്ങളുടെ ഹൃദയത്തിലെ, ദൈവം നമ്മെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുകയാണ് പാപത്തിലേക്ക് വീഴാതിരിക്കാൻ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ അധികമായി ചൊരിയുന്നത് കൊണ്ട് നമ്മൾ പാപത്തിലേക്ക് വീഴാതിരിക്കാനായി കർത്താവ് നമ്മെ ഇങ്ങനെ പാപബോധനത്തിന്റെ ചിന്തയും ദൈവവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയും ദൈവാത്മാവിന്റെ ഇടപെടൽ മുഖാന്തരമായിട്ടും ഒക്കെ നമ്മൾ പാപത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ ദിവസവും വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കേൾക്കുന്ന ആലോചനകൾ, നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിന്റെ ചിന്തകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ കൂട്ടായ്മകൾ, ഇതെല്ലാം നമ്മളെ എന്തിനു വേണ്ടിയാണ് നമ്മെ സഹായിക്കുന്നത് ചോദിച്ചാൽ നമ്മെ ആ നിത്യതയിലേക്ക് നമ്മെ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോമാലേഖനത്തിലേക്ക് അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ പാപത്തിന്റെ ചില പുറകോട്ട് വലിക്കുന്ന യോക്കുകൾ അല്ലെങ്കിൽ പാപത്തിന്റെ ചില നുഖങ്ങൾ നമ്മെ ഇങ്ങനെ എപ്പോഴും എന്ത് ചെയ്യുന്നു, മുറുകെ പറ്റുന്ന പാപമായി നമ്മെ ഇങ്ങനെ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് എ കോമൺ ആൻഡ് നാച്ചുറൽ ഫിനോമിന ദാറ്റ് എവറി പേഴ്സൺ ഗോസ് ത്രൂ ദെയർ ലൈഫ്. എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഈ പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് അതിനെ എന്ത് ചെയ്യണം, അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മനുഷ്യനും ഓരോ ദിവസവും പാപത്തിൻ്റെതായ യോക്കുകൾ അല്ലെങ്കിൽ കുണുക്കുകൾ ഇട്ട് പിശാച് ഇങ്ങനെ നമ്മെ പുറകോട്ട് വലിക്കുമ്പോൾ വി ആർ ട്രൈയിങ്
റെഫ്യൂട്ട് ദൈവവചനത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, നമ്മളിൽ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവിനാൽ, നമ്മളിൽ പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരത്താൽ നമ്മൾ ഈ പാപത്തിന്റെ കണികകളെ അല്ലെങ്കിൽ പാപത്തിൻ്റെതായ ഈ പിടിവലിയെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിശാചിന്റെ ലക്ഷ്യം നമ്മെ എങ്ങനെങ്കിലും ഈ യാത്രയിൽ അല്ലെങ്കിൽ മുറുകെ പറ്റുന്ന പാവം പിടിച്ച് നമ്മളെ പുറകോട്ട് വലിച്ചിടണം എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ഈ ഹോൾഡിനെ അങ്ങ് വിടുകയാണ്. അതാണ് 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവനെ അശുദ്ധിയിൽ എന്ത് ചെയ്യുന്നു? ഏൽപ്പിക്കുന്നു. സോ ഗോഡ് ഈസ് ഫൈനലി ഗിവിംഗ് അപ്പ്. ഉള്ളിലെ ആഗ്രഹമാണ് അവൻ പാവമില്ലാതെ, അല്ലെങ്കിൽ അവനിലേക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പദ്ധതിയാണ് അവനെ നിത്യതയിൽ എത്തിക്കണം എന്നുള്ളത്, അവനെ ആ നിത്യതയിൽ കാണണമെന്നുള്ളത്, അല്ലെങ്കിൽ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവന്റെ രക്തം മാനവരാശിയുടെ പാപത്തിന് വേണ്ടി ചൊരിഞ്ഞ് അവനെ നിത്യതയിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം അതാണ് മനുഷ്യനെ സ്നേഹിച്ച് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. എന്നാൽ മനുഷ്യൻ അതിനെ തൃണവൽക്കരിക്കുമ്പോൾ, ലാസ്റ്റ് റിസോർട്ടും കഴിഞ്ഞു കഴിയുമ്പോൾ, അവസാനത്തെ ദൈവത്തിന്റെ ശ്രമവും അവസാനിച്ചു കഴിയുമ്പോൾ, ഹി വിൽ ഗിവ് അപ്പ്. അവൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. പ്രൈസ്, അവമാനത്തിനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. സോ അതാണ്, ദാറ്റ് ഈസ് ദ വെരി സബ്സ്റ്റൻസ് ഓഫ് മാൻസ് സിൻഫുൾ റിബല്യൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ നമ്മൾ വായിച്ച ഒരു കാര്യം, അവിടെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 24-ാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെ വായിക്കും, ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. Praise the Lord. So they honor themselves. The man seeks to honor himself in rebellious to God. ദൈവം മനുഷ്യൻ മനുഷ്യരെ തന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് വരുന്നു. മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള തലത്തിൽ നിന്ന് തന്നെ പ്രസാദിപ്പിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കും ഇതുപോലെയുള്ള ചില ആവേശങ്ങൾ കടന്നു വരാറുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതിനേക്കാളുപരിയായി നമ്മൾ നമ്മുടെ സ്വയത്തെ പ്രസാദിപ്പിക്കുക, നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിക്കുക, നമ്മളെ തന്നെ പ്രസാദിപ്പിക്കുന്നവരായി മാറുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, വി ആർ ഡിസ്ഹോണറിങ് or we become more dishonorable in the sight of God. ദൈവത്തിന്റെ കാഴ്ചയിൽ നമ്മൾ അപമാനിതരായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കുകയാണ്, നമ്മളെ കവർ ചെയ്യുകയാണ്, നമ്മളെ ഹോണർ ചെയ്യുകയാണ്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറി നമ്മൾ നമ്മെ തന്നെ പാപത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വി ആർ ഡിസ്ഹോണറിങ് അവർ സെൽഫ്. നമ്മെ തന്നെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മുമ്പാകെ അപമാനിതരാക്കുകയാണ് ചെയ്യുന്നത്. സോ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്, there would be a time where God will give up with human being. പണ്ടൊരിക്കൽ ഒരു രാജ്യത്ത് ഒരു വലിയ ഓട്ടമത്സരം നടക്കുന്ന സമയം, ഈ ഓട്ടമത്സരത്തിന്റെ സമയത്ത് എല്ലാ വർഷത്തെയും ഓട്ടമത്സരത്തിൽ ഒരാൾക്ക് അവിടെ വിജയിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം സ്ഥിരമായി ആ ഓട്ട മത്സരത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരാൾ, അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ആർക്കും കഴിയുന്നില്ല. എല്ലാ വർഷത്തെയും ആ രാജ്യത്തിലെ ഓട്ട മത്സരത്തിൽ ആ വ്യക്തി തന്നെ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം തൻ്റെ രാജ്യത്ത് ഈ ഓട്ട മത്സരം നടക്കുന്ന സമയത്ത് ആ രാജ്യത്തിലെ രാജ്ഞി ഈ വിജയിക്കുന്ന ആളിനെ ഒരു ദിവസം തന്റെ കൊട്ടാരത്തിലേക്ക് ഒന്ന് വിളിപ്പിച്ചു. കാരണം ആളുകൾക്കൊരു സ്പെക്ടേറ്റർ അല്ലെങ്കിൽ ആളുകൾക്കൊരു സന്തോഷം മറ്റൊരാളൂടെ വിജയിച്ച് കാണുന്നത് അവർക്കൊരു ആഗ്രഹപ്പെട്ടു. അതുകൊണ്ട് ഈ ഓട്ട മത്സരത്തിൽ മറ്റൊരാൾ വിജയിക്കാനായിട്ട് ഈ രാജ്ഞി എന്ത് ചെയ്യുന്നറിയാമോ, ഈ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് തന്നോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ വർഷവും വിജയിക്കുന്ന ഒരു വ്യക്തി ആയത് കൊണ്ട് ഞങ്ങൾ നിങ്ങളിൽ സന്തോഷിക്കുകയാണ്. എന്നാൽ ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങളെ ഒന്ന് ആദരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും നിങ്ങൾ തന്നെ 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കൊട്ടാരത്തിൽ നിങ്ങളെ വിളിച്ചു വരുത്തി ആദരിക്കാനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെ ഈ മനുഷ്യനെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി എല്ലാവിധത്തിലുമുള്ള സ്വീകരണങ്ങളൊക്കെ നൽകി തന്നെ ആദരിച്ച ശേഷമായിട്ട് തൻ്റെ പക്കലുണ്ടായിരുന്ന ഏറ്റവും മനോഹരമായ ഒരു പുഷ്പം അത് ഈ വ്യക്തിക്ക് ദാനം ചെയ്തിട്ട് പറഞ്ഞു, ഇത്
വെറും ഒരു പുഷ്പമല്ല, ഈ രാജ്യത്തിലെ ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കുന്ന ഒരു രാജ്ഞി തരുന്ന പുഷ്പമാണ്. അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, നീ ഈ അടുത്ത ഓട്ട മത്സരത്തിൽ ഓടുമ്പോൾ, ഉടനെ തന്നെ അടുത്ത മത്സരം ആരംഭിക്കുമ്പോൾ, ഈ ഓട്ട മത്സരത്തിൽ ഞാൻ തന്ന പുഷ്പം എന്ത് ചെയ്യണം, നിന്റെ ഉടുപ്പയിൽ എന്ത് ചെയ്യണം, അത് കോർത്ത് വെച്ചിട്ട് വേണം ഓടുവാനായിട്ട്. അപ്പോൾ ഒരു കാര്യം കൊണ്ട് നീ ശ്രദ്ധിക്കണം, ഏതെങ്കിലും കാരണവശാൽ ഈ പൂ നിന്റെ നഷ്ടപ്പെടാൻ പാടില്ല. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ പൂ നീ ഓടുമ്പോൾ നഷ്ടപ്പെട്ടു പോയാൽ അത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാൽ ഇത് പൂ നഷ്ടപ്പെടരുത്. എനിക്ക് ഗാലറിയിൽ നോക്കുമ്പോൾ ഈ പൂ നിന്റെ ദേഹത്തിരിക്കുന്നത് കാണണം. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, വളരെ നല്ല കാര്യമാണല്ലോ, ഈ രാജ്യത്തിലെ രാജ്ഞി എനിക്ക് തന്ന സമ്മാനം, അത് വളരെ അമൂല്യമായ ഒരു സമ്മാനമാണ്. അതുകൊണ്ട് ഞാനിത് എന്റെ ദേഹത്ത് ഘടിപ്പിച്ചു വെച്ചിട്ട് തന്നെ ഞാൻ ഓട്ടത്തിൽ ഓടും. അങ്ങനെ ഓട്ട മത്സരത്തിന് ദിവസം വന്ന് താൻ ഓടാൻ ആരംഭിച്ചു. അല്ലെങ്കിൽ ആ ഓട്ടത്തിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ അതിനുള്ള മണിനാഥം മുഴങ്ങിയപ്പോൾ താൻ സർവശക്തിയും എടുത്ത് ഓടാനായിട്ട് തുടങ്ങി. പതിവ് പോലെ താൻ മുന്നിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ഓട്ടത്തിന്റെ ആക്കത്തിനിടയിൽ ഈ പുഷ്പം തന്റെ ശരീരത്തിൽ നിന്ന് ട്രാക്കിലേക്ക് നിലത്ത് വീഴാനായിട്ട് ഇടയായി തീർന്നു. ഇത് വീണുപോയി എന്ന് മനസ്സിലാക്കിയ ഈ ഓട്ടക്കാരന്റെ മനസ്സ് അല്പനിമിഷത്തേക്കൊന്ന് പതറി. തന്റെ ഹൃദയത്തിലേക്ക് പല ചിന്തകൾ വന്നു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കാരണം എന്റെ രാജ്യത്തിലെ രാജ്ഞി എനിക്ക് വളരെ ഹൃദ്യമായി തന്നതായ സമ്മാനം, എന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു വെച്ച് പോകണമെന്ന് രാജ്ഞി ആഗ്രഹിച്ച ഒരു വിഷയമാണ്. അത് എന്റെ ശരീരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഞാൻ എടുക്കാൻ പോകേണ്ടത് എന്റെ മുന്നിൽ ഒരു ആവശ്യമായി വന്നിരിക്കുകയാണ്. അതല്ല, ഞാനത് എടുക്കാൻ പോയാൽ എനിക്കൊരു പക്ഷേ 1-ാം സ്ഥാനത്ത് എത്താനായിട്ട് കഴിയുകയില്ല. എല്ലാ വർഷവും സ്ഥിരമായി 1-ാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരുന്ന എനിക്ക് ഈ വർഷം ആ സമ്മാനം നഷ്ടപ്പെടാൻ സാധ്യത. എന്ത് ചെയ്യണമെന്നറിയാതെ താൻ രണ്ടിനാലും ഞെരുങ്ങി. പെട്ടെന്ന് താൻ തന്റെ ഹൃദയത്തിൽ തീരുമാനമെടുത്തു. തന്റെ രാജ്ഞി തനിക്ക് തന്നതായ അമൂല്യമായ ആ വസ്തു എടുക്കുന്നതാണ് എനിക്ക് പ്രാധാന്യം എന്ന് ചിന്തിച്ചിട്ട് താൻ ഓട്ടം അവിടെ നിർത്തി പിറകോട്ട് തിരിഞ്ഞ് ആ പുഷ്പം എടുക്കാനായിട്ട് ഓടി. എല്ലാവരും നോക്കി എന്ത് പറ്റി തനിക്ക്, താൻ പിറകോട്ട് ഓടുന്നത് കാഴ്ച കണ്ടു. അങ്ങനെ അദ്ദേഹം ഓടിച്ചെന്ന് ആ പുഷ്പം എടുത്ത് മുന്നോട്ട് ഓടാൻ വീണ്ടും ശ്രമിച്ചു. നിർഭാഗ്യവശാൽ ആ ഓട്ട മത്സരത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി തന്നിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് അവൻ ആ ഓട്ട മത്സരത്തിൽ പരാജയപ്പെട്ടു. അങ്ങനെ ആ രാജ്യത്തിൽ അന്ന് നടന്ന ഓട്ട മത്സരത്തിൽ എന്നും വിജയിച്ചുകൊണ്ടിരുന്ന ആള് ആ ഓട്ട മത്സരത്തിൽ പരാജയപ്പെടാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിലെല്ലാം ഒരു പാപത്തിന്റെ ഒരു പുള്ളിങ് എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. എപ്പോഴാണോ നമ്മുടെ ആ പുള്ളിങ് വലിക്കുന്ന ശക്തി കൂടുന്നത്, നമ്മുടെ ഓട്ടം നിർത്തിയിട്ട് പുറകോട്ട് ഓടുവാനായിട്ട് ഇടയായിത്തീരും. പിന്നിലുള്ളത് എടുക്കാനായിട്ട് ഓടും. അങ്ങനെ ഓടുമ്പോൾ നമ്മുടെ ഓട്ടത്തിന്റെ മുമ്പോട്ടുള്ള ഓട്ടം അവിടെ അവസാനിപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. അല്ലെങ്കിൽ അതിനുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ പോകും. അപ്പോൾ എല്ലാ മനുഷ്യനുള്ളിൽ ഒരു സിംറ്റം ഉണ്ട്, വിൽക്കണം ഒരു ചിന്തയുണ്ട്. എന്നാൽ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൈവശക്തിയും ദൈവകൃപയാണ്. നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന്റെ ആക്കം കുറഞ്ഞു പോകാറില്ലേ? തിരുവചന ധ്യാനത്തിന്റെ അവസ്ഥകൾക്ക് നമുക്ക് അല്ലെങ്കിൽ കുറവ് സംഭവിക്കാറുണ്ട്. ആത്മീയ മുന്നേറ്റത്തിന് പലപ്പോഴും ഏറ്റക്കുറച്ചുകൾ സംഭവിക്കാറുണ്ട്. കാരണം എന്താണ്? നാച്ചുറൽ മാൻ ഈസ് ഓൾവേസ് പ്രോംപ്റ്റഡ് ടു എ സിൻഫുൾ നേച്ചർ. അപ്പോൾ ഇതിനെ അതിജീവിച്ചുകൊണ്ടുള്ള യാത്രയാണ് നാം ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഈ ദൈവത്തിന്റെ കോപം ഏറ്റവരായ മനുഷ്യർ അല്ലെങ്കിൽ ദൈവത്തെ നിരാകരിച്ചവർ എന്ത് ചെയ്യുന്നു? അവർ നിരന്തരമായി ദൈവത്തെ നിരാകരിക്കുന്നു, നിരന്തരമായി ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. ആ കാരണത്താൽ എന്ത് സംഭവിക്കുന്നു? അവനെ കർത്താവ് ദൈവം തന്നെ കൈവിടുന്നു, അപമാനത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ ചോയ്സ്. നമ്മുടെ മുന്നിലുള്ള നമ്മുടെ ദൈവകോപത്തിന്റെയും അതുപോലെ തന്നെ ദൈവത്തിന്റെ മുമ്പിലുള്ള ദൈവിക ലക്ഷ്യത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ റെബലിയസിന്റെ ഒരു സബ്സ്റ്റൻസ് പറയും, ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ചോയ്സ്. ഇത് നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ നിയോഗമാണ്. നമ്മുടെ തീരുമാനത്തിന്മേൽ നമ്മൾ എടുക്കുന്ന ചുവടുവെപ്പുകളാണ് പലപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്. മാത്രമല്ല 25-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അടുത്തൊരു കാര്യം അവിടെ that we can read regarding the substance of man's sinful rebellion is based on a sinful change. തന്റെ ഉള്ളിൽ വരുന്ന ഒരു വലിയ മാറ്റമാണ്. 25-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി. They make the truth of God as lie. ദൈവത്തിന്റെ വചനത്തെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞ് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു എന്ന് പറഞ്ഞാൽ the creation become a god.
നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു വലിയ പരാജയം എപ്പോഴാണോ നാം തന്നെ നമ്മുടെ ദൈവമായി മാറുന്നത്, അതാണ് പ്രൈസ് ദി ലോർഡ് ദ വെരി സബ്സ്റ്റൻസ് ഓഫ് മാൻസ് സിൻഫുൾ റിബല്യൻ. അതായത് നമ്മളിൽ തന്നെ ഒരു മാറ്റമുണ്ടായത്. ചേഞ്ച് ദാറ്റ് വി എൻകൗണ്ടർ ഈസ് ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ നിയമം ഉണ്ടാക്കുന്നു. അതായത് ദൈവത്തിന്റെ സത്യത്തെ നിരാകരിച്ചിട്ട് അവിടെ വ്യാജം ഉണ്ടാകുന്നു. മാത്രവുമല്ല, വി ഇൻവെന്റ് അവർ ഓൺ ഗോഡ്. നമ്മളെ തന്നെ ദൈവത്തെ സൃഷ്ടിക്കുന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ച് അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവരായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് പറയാണ്, അവന്റെ നാമമാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന്റെ നാമമാണ്, ആ സൃഷ്ടിതാവിന്റെ നാമമാണ് എന്നും വാഴ്ത്തപ്പെടേണ്ടത്. എന്നാൽ മനുഷ്യന്റെ റിബല്യൻ എവിടെയാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ, he makes a clear change for his own precepts. That is, he is changing the law, he is changing the truth into lie. നമ്മുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യത്തിലും ഒത്തിരി ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സത്യത്തെ നമ്മൾ വ്യാജമാക്കി കളഞ്ഞു. ഇന്ന് അനവധി ന്യൂനത അല്ലെങ്കിൽ വളരെ പുതു തലമുറകൾ ആകർഷകരാകുന്ന ഒത്തിരി ഉപദേശങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ഉപദേശങ്ങളുള്ള ധാരാളം സഭകളെ നമ്മുടെ ചുറ്റുപാടിലും കാണാനായിട്ട് കഴിയും. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, they are trying to mislead the people, or in other sense they are trying to manipulate the truth into lie. സത്യത്തെ വ്യാജമാക്കി കളയുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു വലിയ സംഗതിയാണ്, സത്യമായ എന്തെന്നറിയാതെ അതിനെ വ്യാജമാക്കുക. So Paul is clearly mentioning that the substance of man's sinful rebellion is, first of all, it is based on his own or her own choice. Secondly, it is based on his own or sinful changes, what he makes as a sinful change. First is based on the sinful choice, and second one is sinful changes. Praise the Lord. So this is what we call as the substance of man's rebellion. അത് നമുക്ക് 24-25 വാക്യങ്ങൾ കാണാം. എന്നാൽ അടുത്തത് നമ്മൾ വീണ്ടും കാണുമ്പോൾ, there are some symbols of man's sinful rebellion. ചില അടയാളങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നു. അവിടെ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ള ചില അടയാളങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിക്കപ്പെടുന്ന, അവമാനത്തിനായി ഏൽപ്പിക്കപ്പെടുന്നത് ദി ആബ്സല്യൂട്ട് എൻഡ് ഓഫ് എ സിൻഫുൾ മാൻ. അവിടെ കാണുന്നത് ഒരു വലിയ ഒരു എക്സ്ട്രീം പോയിന്റ് ആണ് പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത്. 26-ാമത്തെ വാക്യം, അതുകൊണ്ട് തന്നെ ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ച് അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. Praise the Lord. So അതൊരു the very absolute bottom of that depravity, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ ഏറ്റവും അടിത്തട്ട് സൂചിപ്പിക്കാനായിട്ടാണ് പൗലോസ് അവിടെ വായിക്കുന്നത്. മനുഷ്യന്റെ ഉള്ളിലെ പാപത്തിന്റെ ഏറ്റവും കാഠിന്യമേറിയ ഒരു സാഹചര്യമാണ് റോമാസഭയോട് പൗലോസ് ഓർപ്പിക്കുകയാണ്. അതായത് അവിടെ പറയുന്നത്, അതുകൊണ്ട് തന്നെ ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു അവരുടെ സ്ത്രീകൾ. അവിടെ ഒരു വലിയ പൗലോസ് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഹി മെൻഷൻസ് അബൌട്ട് വിമൻ, then he comes regarding men. അപ്പോൾ സ്വാഭാവികമായി മേ ബി ഒരു ചിന്തയുണ്ട്, പ്രത്യേകിച്ച് യഹൂദ കൾച്ചർ അനുസരിച്ച് ഈ പുരുഷന്മാര് ഒത്തിരി കാര്യങ്ങളിൽ അവര് പാപപങ്കുലമായ ജീവിത സാഹചര്യങ്ങൾ നയിക്കാൻ അവരിൽ ഒത്തിരി സാധ്യതകളുണ്ട്. കാരണം നിയമങ്ങൾ പലപ്പോഴും അവരെ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ യഹൂദ പാരമ്പര്യപ്രകാരവും യവനായ പാരമ്പര്യപ്രകാരവും ഈ പുരുഷന്മാർക്ക് ഒത്തിരി പ്രിവിലേജസ് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സോ പാവം ചെയ്യുന്നതിന്റെ ഗ്രാഫ് നോക്കിയാൽ പുരുഷന്മാരാണ് സ്വാഭാവികമായിട്ട് മുന്നിൽ വരുന്നത്. കാരണം ലൈക്ക് ദി സിൻഫുൾ ലൈഫ്, ഇല്ലിസിറ്റ് ലൈഫ് സ്റ്റൈൽസ്, അതുപോലെ തന്നെ വിത്ത് ഇമ്മോറാലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പുരുഷന്മാർ സ്വാഭാവികമായി സ്ത്രീകളെക്കാട്ടിൽ മുന്നിൽ വരുന്നത്. ദാറ്റ് ഈസ് വാട്ട് ദി കോമൺ നോംസ് വർക്കിംഗ് ഔട്ട്. എന്നാൽ ഇവിടെ പൗലോസ് നേരെ തിരിച്ചാ പറയുന്നത്, അവരുടെ സ്ത്രീകൾ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹി മെൻഷൻസ് അബൌട്ട്
ദി ടോട്ടൽ ഡിപ്രാവിറ്റി ഓഫ് ദി കോണ്ടെക്സ്റ്റ്. അവിടെ സ്ത്രീകൾ പോലും എന്ത് ചെയ്യുന്നില്ല, they just withdraw the സ്വാഭാവിക ഭോഗത്തെ and they go for a സ്വഭാവ വിരുദ്ധമാക്കി ഉള്ള അവസ്ഥയിലേക്ക് വരുന്നു. So it is clearly mentioning about a kind of a very illicit sexual act. അതായത് we could see it is a clear cut evidence of homosexuality. ഇവിടെ അത് തന്നെയാണ് റോമാലേഖനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത്. സോ ഇത് ഇന്നൊന്നും കണ്ട ഈ ഗേ ആൻഡ് ലെസ്ബിയൻ ഇങ്ങനെയൊക്കെ പറയുന്ന ട്രാൻസ്ജെൻഡറിസവും LGBTQ+ അതൊക്കെ പറയുന്ന സാധനങ്ങളൊന്നും ഇന്ന് വന്നതല്ല. ഇതൊക്കെ അന്ന് മുതലേ തന്നെ ലോകത്തിലുണ്ട്, അല്ലെങ്കിൽ അന്ന് തന്നെ റോമ സാമ്രാജ്യത്തിലും യഹൂദ കോണ്ടെക്സ്റ്റിലും അതൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് എ കൈൻഡ് ഓഫ് എ ഗേ ആൻഡ് ലെസ്ബിയൻ കൈൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വളരെയധികമായി തരം താഴ്ന്നപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഈവൻ ദെയർ വിമൻ എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ സ്വാഭാവിക രീതിയിൽ യഹൂദ പാരമ്പര്യ പ്രകാരവും റോമൻ ഭരണ സംവിധാനം അനുസരിച്ചും ഈ പുരുഷന്മാർ പാപത്തിന്റെ കണക്കിൽ മുന്നിൽ വരേണ്ട സാഹചര്യത്തിൽ നേരെ മറിച്ച് അവരിൽ സ്ത്രീകൾ പോലും ഉൾപ്പെടെ ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആ പാപത്തിന്റെ വെരി സിംബൽ ഓഫ് മാൻസ് സിൻഫുൾ റിബല്യൻ ആണ് അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ ടോട്ടലി ലോകത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലേക്കും അകപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ആത്മീയ ലോകത്തിലും ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ കവർന്നെടുക്കുന്നു എന്നുള്ളത് വളരെ ഖേദകരമായി ഓർപ്പിക്കേണ്ട ഒരു കാര്യമാണ്. I have even large amount of records where people in spiritual realm, ആത്മീയ ലോകത്ത് പോലും ഇതുപോലെയുള്ള സ്വഭാവ വിരുദ്ധമായ സാഹചര്യങ്ങളിലേക്ക് പതിച്ചുപോയ അനവധി അനുഭവങ്ങൾ ഞാൻ വളരെ പേഴ്സണലായിട്ട് കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രത്യേകിച്ച് ചർച്ച് ബോർഡുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്കിടയിൽ സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട ഒത്തിരി ആക്ടിവിറ്റീസിൽ, ക്യാമ്പുകളിൽ സംസാരിക്കാനായിട്ടും അതുപോലെ തന്നെ ഒക്കെ പോയ സാഹചര്യത്തിൽ എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പല ആളുകൾ they came for counseling. പലരും നമ്മുടെ അടുത്തേക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട് കൗൺസിലിങ്ങിനായിട്ട് വരുന്ന സാഹചര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ സാധാരണഗതിയിൽ ഈ ലോക മനുഷ്യർ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ലോക മനുഷ്യർ എന്ന് പറയുന്നവരുടെ ഇടയിലാണ്. അല്ല, ഇത് പല കുഞ്ഞുങ്ങളുടെ ഇടയിലും പല സഹോദരന്മാർ യുവാക്കളുടെ ഇടയിലൊക്കെ വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അടുത്ത് അനേക കുഞ്ഞുങ്ങൾ എന്നെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാമ്പുകളിൽ വന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ട്, ഈസ് ഇറ്റ് റോങ്, അതിനകത്തൊരു തെറ്റുണ്ടോ എന്ന് പലരും വന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ആണിനോടും പെണ്ണിനോടും തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വന്നാൽ ഈസ് ദർ ഈസ് എനിത്തിങ് റോങ് എന്ന് ചോദിക്കുന്ന, വളരെ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകം മുഴുവൻ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഖേദകരമെന്ന് പറയട്ടെ, പല പ്രൈസ് ദി ലോർഡ് സോ കോൾഡ് ക്രിസ്ത്യൻ ട്രഡീഷൻസ് ഈവൻ സാങ്ഷൻസ്, ഈവൻ നോർമലൈസ് ദാറ്റ് തിങ്. എനിക്കത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പല വലിയ വലിയ സഭകളുടെ ഓർഡിനൻസിൽ പോലും അത് നോർമലൈസ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കിക്കോണം, ദാറ്റ് ഈസ് ദി വെരി എൻഡ് ഓഫ്, or that is the absolute depravity of human sinful nature. ഒരുവന്റെ പാപത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സിംബലായി തന്നെയാണ് പൗലോസ് അവിടെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അവിടെ വായിക്കുമ്പോൾ there we can see the man's attraction is like ഒരു അർബുദം പോലെ അത് വ്യാപരിച്ചിരിക്കുകയാണ്. ആൻഡ് ഇൻ പർട്ടിക്കുലർലി വേഴ്സ് 27 അവിടെ വീണ്ടും പറഞ്ഞു, അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ടിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണിനോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ച് ഇങ്ങനെ ഇവർ തങ്ങളുടെ വിഭാഗത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. സോ ദേ ആർ ബീൻ സെറ്റിൽഡ് വിത്ത് ദി അഡിക്ഷൻ ദാറ്റ് ദേ ആർ ബീൻ ഫോളോയിങ്. അവരെന്തിലാണോ വീണിരിക്കുന്നത് അതിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. അതിൽ തന്നെ അവർ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. സോ ദ സിംബൽ ഓഫ് മാൻ സിൻഫുൾ റിബല്യൻ ക്യാൻ ബി ക്ലിയർലി സീൻ
ഇൻ ദി റോമൻ കോണ്ടെക്സ്റ്റ്. അപ്പോൾ പൗലോസ് അത് വളരെ വ്യക്തമായി പറയുകയാണ്. ഇതാണ് മനുഷ്യൻ ദൈവ വെളിപ്പാട് വിട്ടിട്ട് ദൈവത്തിന്റെ വെളിപ്പാടിനെ കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോൾ അവനിൽ പര്യവസാനിക്കുന്ന ഒരു വലിയ സിമ്പലായി പൗലോസ് ഇത് ഓർപ്പിക്കുകയാണ്. സോ ഇറ്റ് വുഡ് ബി വെരി വെരി ഫാർ എൻഡിലുള്ള ഒരു സിമ്പൽ ആയിട്ടാണ് ഈ വസ്തുതകൾ അവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ പാപത്തിന്റെ റേഞ്ച് അനുസരിച്ചുള്ള പല കാര്യങ്ങൾ ആ നിലയിലാണ് പൗലോസ് പറയുന്നത്. അവരിൽ ചില സ്ത്രീകൾ പോലും അവണ്ണം തന്നെ പുരുഷന്മാരും എന്ന് പറഞ്ഞിട്ട് അവരിൽ ഉണ്ടായിരിക്കുന്ന ഇല്ലിസിറ്റ് ആയിട്ടുള്ള ആ ഒരു ജീവിത സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ ദാറ്റ് ബിക്കംസ് എ ക്ലിയർ സിംബൽ ഓഫ് വേർ ഹ്യൂമൻ ബീയിങ് ഈസ് ഹെഡിങ്. ഇന്നത്തെ ലോകമായിട്ട് നമുക്കൊന്ന് തട്ടിച്ചു നോക്കിയാൽ ഇന്ന് നമുക്കറിയാം ചുറ്റുപാടുമുള്ള അനേക ഇടങ്ങളിലും ഇതുപോലുള്ള വാർത്തകൾ ധാരാളമായി കേൾക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിനെ ഒത്തിരി നോർമലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഭരണ സംവിധാനങ്ങൾ പലരും അത് തെറ്റില്ല എന്ന് വാദിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കേൾക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദാറ്റ് മീൻസ് ഈ റോമാലേഖനത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യന്റെ പാപത്തിന്റെ ഒരു വലിയ ഒരു പിറ്റിലേക്ക്, ഒരു കൊക്കയിലേക്ക്, അതിന്റെ ഏറ്റവും അവസാനത്തെ അടിത്തട്ടിലേക്ക് പോകുന്ന ഒരു സിമ്പലായിട്ടാണ് ഇതിനെ കാണുന്നത്. പ്രൈസ്. പണ്ട് കേൾക്കുന്നതിനെക്കാട്ടിൽ അധികമായി ഇന്ന് നമ്മൾ ഈ വാർത്തകളൊക്കെ ധാരാളമായി കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പണ്ട് നമ്മുടെ കാതുകളിൽ നിന്നും കേൾക്കാതിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കാതുകളിൽ കേൾക്കും. സോ ദാറ്റ് ഈസ് എ വെരി ക്ലിയർ സിംബൽ ഓഫ് ഹൗ ഹ്യൂമൻ ബീയിങ് ഈസ് റിബല്യസ്. ഇന്ന് നമുക്കറിയാം that rebellious nature is always എന്താ പറയുന്നത്, നമ്മുടെയൊക്കെ തലമുറകളെ അത് പെയ്യെ എന്ത് ചെയ്യുന്നുണ്ട്, അവരിലേക്ക് ഫിൽട്ടർ ചെയ്യുന്നു വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരിലേക്കും ആ ഒരു സ്റ്റബോൺനെസ്, അല്ലെങ്കിൽ അവരിലേക്കും ആ റിബൽ ചെയ്യാനുള്ള ആ പ്രകൃതം പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് വരികയാണ്. ഇന്ന് നമുക്കറിയാം പ്രൈസ് ദി ലോർഡ്, കൊച്ചു കുഞ്ഞുങ്ങൾ മുതലേ they are become very rebellious. പണ്ടെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ഒരു നോട്ടം മതി അവിടെ നമ്മുടെ കുഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറ, ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ അവിടെ അറ്റൻഷനായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്നല്ലത് അങ്ങനെയല്ല. ഇന്ന് they become more rebellious. നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അപ്പനെയും അമ്മയും ഒക്കെ തല്ലി കൊന്ന ചരിത്രങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് അപ്പനെയും അമ്മയെയും കൊല്ലുന്ന ഒരു സാഹചര്യം. സോ ദാറ്റ് ഈസ് എ rebellious nature. A symbol is being clearly evident in the life of the people. നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹത്തിൽ കാണുകയാണ്. സോ റിബല്യസ് നേച്ചർ ഉണ്ടാകുന്നത് അതെന്തിന്റെ അടയാളമാണ്? പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ വലിയൊരു കടന്നുകയറ്റം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കും ശരീരങ്ങളിലേക്കും വരുന്നു എന്നുള്ളതാണ് ഈ അടയാളം നമ്മെ സൂചിപ്പിക്കുന്നത്. സോ the first thing, the substance of man's sinful rebellion is based on his own or her own sinful choice and also his own sinful changes. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് സിംബൽ ഓഫ് മാൻസ് സിൻഫുൾ റിബല്യൻ. അതിനുള്ള ഉദാഹരണമായിട്ടാണ് ഇവിടെ പൗലോസ് മനുഷ്യനുണ്ടായിരിക്കുന്ന ചില സ്വഭാവ വൈകൃതങ്ങളെ കുറിച്ച് ഓർപ്പിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മളിവിടെ കാണുന്നത് സ്കോപ്പ് ഓഫ് മാൻസ് സിൻഫുൾ റിബല്യൻ. അങ്ങനെയെങ്കിൽ അടുത്ത വാക്യങ്ങളിൽ ഏകദേശം നമ്മൾ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഈ മനുഷ്യൻ ദൈവത്തോട് തൃണവൽക്കരിച്ച് റിബൽ ചെയ്ത് പോകുന്ന മനുഷ്യന്റെ മുന്നിലുള്ള അവന്റെ ഇനിയുള്ള അവസ്ഥകൾ എന്തെന്ന് ഇവിടെ പൗലോസ് വ്യക്തമാക്കുകയാണ്. 28-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നിർഗിഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക്, സോ ദാറ്റ് ഈസ് ലൈക്ക് സീൻ ഇൻ ഹിസ് ഡിസിഷൻ, അവന്റെ തന്നെ ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ വായിക്കുന്ന ഒരു പദം നികൃഷ്ട ബുദ്ധി. പ്രൈസ് ദി ലോർഡ്. ദൈവം അവന്റെ ബുദ്ധിക്ക് പ്രവർത്തിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പരിജ്ഞാനം, ദ ഗോഡ്ലി വിസ്ഡം അവന് ധരിക്കാൻ ഇഷ്ടമില്ലാതെ ദൈവം അവരെ അവരുടെ ഇഷ്ടത്തിന് റിപ്രോബ്രേറ്റഡ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഇന്ന് അനവധി ഇടങ്ങളിൽ വലിയ പാപത്തിന്റെ, നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പാപ അനുഭവങ്ങൾ കാണുന്നു. ചുറ്റിക്കൊണ്ട് മനുഷ്യനെ കൊല്ലുന്നു. ഒന്നിനെ കൊന്നു, രണ്ടാമതിനെ കൊന്നു, മൂന്നാമത്തേനെ കൊല്ലുന്നു.
സോ നികൃഷ്ട ബുദ്ധി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എ വെരി റിപ്രോബേറ്റഡ് മൈൻഡ്. ഭയങ്കര നികൃഷ്ടമായ അല്ലെങ്കിൽ ഒരു മൃഗത്തിന് തുല്യമായി പ്രവർത്തിക്കുന്ന ബുദ്ധിക്ക് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. മനുഷ്യനിൽ മനുഷ്യ സഹജമായ കരുണയോ ആർദ്രതയോ ഇല്ലാതെ ആകുന്നു. സോ മനുഷ്യന്റെ പാപത്തിന്റെ അവസ്ഥയാണ് പൗലോസ് അവിടെ വ്യക്തമാക്കുന്നത്. അവിടെ വായിക്കുമ്പോൾ ഏകദേശം ഒരു 23, അതൊരു വലിയ സന്ദേശം തന്നെ ആ ഭാഗത്തുണ്ടെങ്കിലും ഞാൻ ഇന്ന് രാത്രികാലം അതിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏകദേശം 23 കൂട്ടം കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിക്കപ്പെടുന്നവരിൽ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ. അനീതി, അതായത് നീതിക്ക് വിരുദ്ധമായി നിൽക്കുന്ന ചില സ്വഭാവങ്ങൾ. ദുഷ്ടത, അതായത് എപ്പോഴും എന്താ പറയുന്നത്, ദുഷ്ടത എപ്പോഴും ദൈവികമല്ലാത്തതിനെ പ്രാപിക്കാനായി, ദൈവികമല്ലാത്തത് ചെയ്യാനായി ദുഷ്ടതയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ദുഷ്ടത തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം, ദുഷ്ടതയിലേക്ക് വീണു പോകുന്ന ഒരു തലം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. നോക്കുക, അപ്പോ നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യനിൽ ഉണ്ടായിരിക്കുന്ന ദുഷ്ടത എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ അവിടെ 23 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, 23 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എല്ലാത്തിലേക്കും ഞാൻ ഇന്ന് രാത്രികാലം പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. 23 കാര്യവും ഓരോന്നോരോന്നെടുത്ത് സംസാരിക്കേണ്ടതാണ്. അൺറൈച്ചസ്നെസ്, അനീതി, അതുപോലെ തന്നെ അവിടെ പിന്നെ പറയുന്നത് ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി, പ്രൈസ് ദി ലോർഡ്, അസൂയ, മറ്റൊരാളെ കുറിച്ച് അസൂയപ്പെടുന്നതെല്ലാം ഇറ്റ്സ് എ സ്കോപ്പ് ഓഫ് ദിസ് മാൻസ് സിൻഫുൾ റിബല്യൻ. നമുക്ക് മറ്റൊരാളോട് അസൂയ തോന്നുന്നെങ്കിൽ ഈ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യൻ ദൈവത്തോടെ തൃണവൽക്കരിക്കുന്ന റിബല്യസ് നേച്ചർ ഉണ്ടാകുന്നതിന്റെ ഒരു സൂചനയായിട്ട് അതിന്റെ ഒരു സ്കോപ്പാണ് അസൂയ എന്ന് നമ്മളിവിടെ കാണുന്നു. കൊലപാതകം, പിണക്കം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പിണക്കം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത് അതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ അതിനെ കാണാറുണ്ട്. മനുഷ്യരായ പിണക്കമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ പിണക്കമൊക്കെ ഉണ്ടാവും. പിണക്കം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കോപ്പ് ഓഫ് മാൻ സിൻഫുൾ റിബല്യൻ. നമ്മൾ ഒരാളോട് കപടത, അതായത് കപടഭക്തി, അല്ലെങ്കിൽ കപട നമ്മൾ ഒരു മുഖം ഒരിടത്ത് കാണിക്കുന്നു, മറ്റൊരു മുഖം ആണ് വാസ്തവത്തിൽ ഉള്ളത്. സോ കപടം, അതുപോലെ ദുശ്ശീലങ്ങള്, എന്തെങ്കിലും ഒരു മറ്റു രീതിയിലുള്ള സ്വഭാവങ്ങൾ, പ്രൈസ് ദി ലോർഡ്, മറ്റു രീതിയിലുള്ള ഗുണകരമല്ലാത്ത ശീലങ്ങൾ, ദുശ്ശീലങ്ങൾ ഒരുവനിലേക്ക് വരുന്നത്. പിന്നെ എന്നിവർ തിങ്ങിയവർ, പിന്നെ കുരുളക്കാർ, ഏഷ്ണിക്കാർ, ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിക്കേ, കള്ളം പറയുന്നത്, ഏഷ്ണി പറയുന്നത്, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, ദൈവദോഷികൾ. പലപ്പോഴും നമ്മുടെയൊക്കെ ആക്ഷൻസ് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ ക്ലിയർ സ്കോപ്പ് ഓഫ് മാൻ സിൻഫുൾ റിബല്യൻ. ദൈവദോഷികൾ. പിതായോട് പറഞ്ഞു വരുമ്പോൾ നിഷ്ഠൂരന്മാർ, മനുഷ്യരോട് ക്രൂരമായി ഇടപെടുന്നവർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ. സ്വയത്തെ കുറിച്ച് എപ്പോഴും പറയും, ഞാനങ്ങ് വലുതാണ്, ഞാനങ്ങ് വലിയ ആളാണ്, കൊമ്പത്തെ ആളാണ്, അല്ലെങ്കിൽ ഞാനങ്ങ് മഹാനാണ്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ചിലർ പറയുമ്പോൾ എപ്പോഴും ഞാൻ ഒത്തിരി കയറി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ. പ്രൈസ് ദി ലോർഡ്. ദോസ് ഹു disobey the laws, നിയമലംഘികൾ. സോ ഇതെല്ലാം മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ that becomes a scope of man's sinful rebellion. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ രാത്രികാലം നമ്മൾ ഈ വാക്കുകൾ 23 ലിസ്റ്റ് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇതിൽ എത്ര എണ്ണമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പലപ്പോഴൊക്കെ ആയിട്ട് കയറി വരാറുണ്ട്. സോ ദാറ്റ് മീൻസ് പാപത്തിന്റെ ചില റിബല്യസ് നേച്ചർ നമ്മുടെ അടുത്തൂടെ ഒക്കെ പോകുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഇന്നും നമ്മളെ അതിൽ വീഴാതിരിക്കുന്നത് ദൈവ ഹോൾഡ് വിട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവ നികൃഷ്ട ബുദ്ധിക്ക് നമ്മെ ഏൽപ്പിച്ചില്ല, അപമാനത്തിനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. God has never gave up with us. That's why still we are continuing with that. ആ ഒരു ദൈവിക ആരാധനയുടെയും ദൈവിക ആത്മാവിന്റെ ഒരു പുതുക്കവും ഒക്കെ നമ്മളിൽ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നതിന്റെ കാരണം
സ്റ്റിൽ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം നമ്മുടെ നിയന്ത്രണം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം കൃത്യമായി മാപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നാം ദൈവത്തിന്റെ കൺട്രോളിലാണ് എന്നതിന്റെ സൂചനയാണ്. എന്നാൽ there would be a time when God will give up. നമ്മളെ വിട്ടുകളയുന്ന അവസ്ഥ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. എനിക്കറിയാം അനേകർ ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയവരുണ്ട്. ഇന്ന് നികൃഷ്ട ബുദ്ധിയുള്ളവരായി, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്വഭാവം, ഇതുപോലുള്ള സിൻഫുൾ റിബല്യൻസ് ചെയ്യുന്ന അനേക ഒരു കാലത്ത് വിശ്വാസികൾ എന്നറിയപ്പെട്ടിരുന്നവർ പോയ സാഹചര്യങ്ങള് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട്. സോ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇത് തന്നെയാണ്. കർത്താവേ, ഞാൻ ദൈവ മുമ്പാകെ എന്നെ തന്നെ ദൈവത്തിന്റെ ആ വലിയ പദ്ധതിക്കായി ദൈവം എന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നെ വിട്ടുകളയരുത്, എന്നെ ഏൽപ്പിക്കരുത്. ഡോണ്ട് ഗിവ് അപ്പ് വിത്ത് മീ. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദ ഫൈനൽ ഡെസ്റ്റിനി അവിടെ വിവരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, 32ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. സോ ദേ ഹാവ് ഓൾറെഡി ദ ഫൈനൽ ഡെസ്റ്റിനി. അവർ മരണയോഗ്യരാണ്. മരണയോഗ്യം എന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിലേക്ക് പോകേണ്ടവരാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ, അത് അവിടെ വായിക്കുന്നത്, എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും. ചിലർക്ക് ഇത് ചെയ്യുന്ന തെറ്റാണെന്ന് അവർക്കറിയാം. ഞാൻ ദൈവകോപത്തിന് കാരണപാത്രമാകുമെന്നത് അറിഞ്ഞിട്ടും പലർ വീണ്ടും ആ തെറ്റിലേക്ക് തന്നെ പോകുന്നു. സോ അവർക്ക് സ്വയമേ തിരിച്ചു കയറി വരാൻ കഴിയാത്തതുപോലെ, സ്വയമേ ഒരിക്കലും ആ പാപത്തിൽ നിന്ന് കരകയറാൻ കഴിയാത്തതുപോലെയുള്ള സാഹചര്യത്തിലേക്ക് അവർ വരികയാണ്. അവർക്കൊരിക്കലും അതിൽ നിന്ന് ആ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരണമെന്നുണ്ട്. എന്നാൽ പലപ്പോഴും അത് കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. സോ ദ ഫൈനൽ ഡെസ്റ്റിനി ഈസ് ഡെത്ത്. മരണയോഗ്യം അവർക്ക് തന്നെ അറിയാം, എന്നിട്ടും മടങ്ങി വരാൻ കഴിയാതെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 1-ാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യം: മനുഷ്യൻ ദൈവത്തിന്റെ കോപത്തിന് ഇരയാക്കപ്പെടുമ്പോൾ, അവിടെ മനുഷ്യൻ ദൈവത്തോട് തൃണവൽക്കരിക്കുന്നത്, ദൈവത്തോട് അനുസരിക്കാത്തത്, ദൈവത്തോട് എതിർക്കുന്നത് അവന്റെ ജീവിതത്തിലെ എന്നേക്കുമായി ദൈവത്തിൽ നിന്നുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഒരു വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടുന്നത് പോലെ, ഒരു വണ്ടിയുടെ പൂർണ്ണ നിയന്ത്രണവും നഷ്ടപ്പെട്ട് എങ്ങോട്ട് പോയി ഇടിക്കുന്നതെന്ന് അറിയാത്തതുപോലെ മനുഷ്യന്റെ ജീവിതം മാറ്റപ്പെടുകയാണ്. ഇന്ന് രാത്രികാലം ഇത് കേൾക്കുമ്പോൾ നമ്മൾ വളരെ ഭയഭക്തിയോടെ ദൈവം നമ്മളോട് കടാക്ഷിക്കുന്നത് ഓർത്തിട്ട്, ദൈവം നമ്മളോട് കൃപ കാണിക്കുന്നത് ഓർത്തിട്ട്, ദൈവം ഇന്നും ആ പിടി വിടാത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. തുടർമാനമായി ദൈവകൃപ നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. We have to believe that there will be one day when God will stop pouring out his grace upon us. അവന്റെ കൃപ വീണ്ടും 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 നമ്മളിലേക്ക് തരുന്നത് അവൻ നിർത്തുന്ന ഒരു സമയമുണ്ട്. So that time would be the time when he will give up with us. നമ്മളുമായിട്ടുള്ള ബന്ധം അവൻ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിന്റെ അവസാനത്തെങ്കിൽ ഹല്ലേലൂയ, മനുഷ്യർക്ക് പോലും തിരിച്ചു വരാൻ കഴിയാതെ, മനുഷ്യർക്ക് പോലും തിരിച്ചു എത്താൻ കഴിയാത്തതായ ഒരു സാഹചര്യത്തിലേക്ക് താൻ അകപ്പെട്ടു പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രികാലം ഈ 1-ാം അധ്യായം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്ന ഒരു സമയത്ത് ദൈവം മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങൾ നമുക്കൊന്ന് സമർപ്പിക്കാനായിട്ട് കഴിയുമോ? നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ വി ബിക്കം വെരി റിബല്യസ് വിത്ത് ഗോഡ്. നമ്മൾ ഓർക്കുന്നത് യോഗത്തിന് പോകാത്തതോ പ്രാർത്ഥിക്കാത്തതോ അല്ലെങ്കിൽ നമ്മൾ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. നോ, നമ്മൾ നമ്മുടെ സഹജീവികളോട്, നമ്മുടെ കൂട്ടുവിശ്വാസികളോട്, നമ്മുടെ ചർച്ചക്കാരോട്, നമ്മുടെ ബന്ധുമിത്രാദികളോട്, നമ്മുടെ അയൽപക്കക്കാരോടൊക്കെയും നമ്മൾ ഇടപെടുന്ന ഇടപെടലുകളിലെല്ലാം we manifest the rebellious nature.
അതല്ലേ ഈ 29 വാക്യം മുതൽ, അല്ലെങ്കിൽ 29 വാക്യം മുതൽ പറയുന്നത്. അവിടെ എല്ലാം പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ ചിലതുണ്ട്, ദൈവദോഷികൾ അതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളതെല്ലാം മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാ? ദുർബുദ്ധിയിൽ നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, പിന്നെ ബുദ്ധിഹീനർ, നിയമലംഘികൾ, ദുശീലമുള്ള, കപടത, പിണക്കം, ഇതെല്ലാം മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എപ്പോഴൊക്കെ എങ്കിലും ഈ നേച്ചറുകളൊക്കെ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയോ അതിന്റെ ഒരു കാറ്റ് നമ്മുടെ അടുത്തേക്ക് അടിക്കുന്നുണ്ട്. സ്റ്റിൽ ദ ഗോഡ്സ് ഗ്രേസ് ഈസ് എനേബിളിങ് അസ് ടു കം ബാക്ക്. നമുക്ക് തിരിച്ച് വീണ്ടും വരാനായി ദൈവകൃപ നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ there is a warning, there is a clear warning that one day God will give up. Praise the Lord. കാലാന്ത്യത്തിങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ വരവിൽ കർത്താവ് എന്താ ചെയ്യുന്നത്? ഹി ഈസ് ഗോയിങ് ടു ഗിവ് അപ്പ്. അവൻ മനുഷ്യരോടുള്ള തന്റെ എല്ലാ കരുണയും അവിടെ അവസാനിപ്പിക്കും. നികൃഷ്ട ബുദ്ധി കേൾപ്പിക്കപ്പെടും. നമ്മളെല്ലാവരും നിത്യ നരകത്തിന് യോഗ്യരാ, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചവരെല്ലാം നിത്യ നരകത്തിന് യോഗ്യരായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സമയത്തിന് വേണ്ടി ആ വാണിങ്ങിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകല്ലേ. ദൈവം പലപ്പോഴും നമ്മുടെ മുമ്പിൽ റെഡ് സിഗ്നൽ ഇടുന്നുണ്ട്. ദൈവം പലപ്പോഴും നമ്മുടെ മുമ്പിൽ സ്റ്റോപ്പ് സിഗ്നൽ തരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ക്രോസ് ഓവർ ചെയ്ത് നമ്മൾ അതിനെ മറികടന്ന് പോകുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാനുള്ള സമയമായി തീരട്ടെ. ദൈവത്തോട് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു സമയം കൂടിയാക്കി മാറ്റട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ 1-ാം അധ്യായത്തിന്റെ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ രാത്രികാലം നമ്മുടെ ഹൃദയങ്ങൾ ദൈവകരങ്ങളിലേക്ക് നമ്മെ കേൾപ്പിച്ചു കൊടുക്കാമല്ലോ. ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് കോപത്തിന് കാരണമായി തീർന്ന, കോപത്തിന് ഹിതമായി, അല്ലെങ്കിൽ അതിന് ഒരു റിസൾട്ടായി തീർന്ന, ഒരു വലിയ മുഖാന്തരമായി തീർന്ന ജീവിത സാഹചര്യങ്ങളിൽ എന്നെ രക്ഷിക്കണമേ. ദൈവസ്ഥാനത്തിൽ കർത്താവെ, ഒരു വലിയ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം എന്നിലേക്ക് പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനുഷ്യനെതിരെയുള്ള ദൈവത്തിന്റെ കോപം അത് വലിയതായിരുന്നു. റോമാലേഖനത്തിൽ പൗലോസ് ഒരു വാണിംഗ് എന്ന നിലയിൽ തന്നെ അത് പറയാണ്. ഇതൊരു സഭയുടെ ദൂതായിട്ടാണ് അറിയിക്കുന്നത്. ഇതൊരു പുറത്തുള്ള മനുഷ്യരോടല്ല, സഭയ്ക്ക് എഴുതി അയച്ച ദൂതിനകത്താണ് ഇത് പറയുന്നത്. എന്നെ വളരെ അതിശയിപ്പിച്ചത് ഈ സഭയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ സ്കോപ്പ് ഓഫ് സിൻഫുൾ നേച്ചേഴ്സ് പൗലോസ് വിശദമാക്കുന്നത്. ഒരു സഭയുടെ പശ്ചാത്തലത്തിലും സഭയുടെ ചുറ്റുപാടിലുമുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കാമോ? ദൈവത്തോട് നമുക്കൊന്ന് പറയാം, കർത്താവെ, എന്നെ ഈ പാപത്തിന്റെ ആദേശങ്ങളിൽ നിന്ന് വിടുവിച്ച ആ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എങ്കിലും കർത്താവെ, ആ പിടി എന്നിൽ നിന്ന് വിടരുതേ, ആ കൃപയുടെ ആ ശക്തി എന്നിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് ഈ രാത്രികാലം ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും? ഈ രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകളോട് നിർത്തുക. 2-ാം അധ്യായം അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കൊണ്ട് ഞാനത് എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും കേൾക്കപ്പെട്ടതായ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ രാത്രികാലം ദൈവശബ്ദം കേട്ടിട്ട് അതിനെ തൃണവൽക്കരിക്കുന്നവർ, അതിനെ എതിർക്കുന്നത്, that is also comes under the scope of man's sinful rebellion. ദൈവത്തിന്റെ വചനം നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തിന്റെ വചനം നമുക്ക് വിശ്വാസയോഗ്യമായി തീരാം. അത് വിശ്വാസയോഗ്യമാക്കി തീർക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാമല്ലോ. ഒരു നിമിഷം